സിനുജി, റഷ്യ ഇന്ത്യയിലേക്ക് ഒരുപാട് നിക്ഷേപങ്ങൾ ആരംഭിക്കാൻ അല്ലെങ്കിൽ നിക്ഷേപം തുടങ്ങാൻ വേണ്ടി പോകുന്നു എന്നാണ് ഏറ്റവും പുതിയ വാർത്ത. വ്ളാദിമിർ പുടിൻ തന്നെ പറഞ്ഞു, നരേന്ദ്രമോദി ആണെങ്കിൽ ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ഞങ്ങൾ തയ്യാറാണ് എന്നുള്ള രീതിയിൽ വ്ളാഡിമിർ ഒരു പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ഒരുപാട് വളർച്ചയിലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ ഒരുപാട് ദൃഢമാവുകയാണ്. അതിനോടൊപ്പം തന്നെ ചൈനയും കൂടെ ഇന്ത്യയിലേക്ക് നിക്ഷേപം നടത്തും എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതാണെങ്കിൽ ഇന്ത്യ ഒരു വലിയ വികസന കുതിപ്പിലേക്ക് എത്തില്ലേ? തീർച്ചയായിട്ടും. ഇപ്പോൾ റഷ്യ ഇന്ത്യയിൽ കൂടുതൽ ഉൽപ്പാദനം നടത്താൻ വേണ്ടിയിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തുന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. അതായത് റെയിൽവേ, സൈബർ സെക്യൂരിറ്റി, അതുപോലെ തന്നെ സൈനിക കാര്യങ്ങൾ, വ്യോമയാനം തുടങ്ങി ഒരുപാട് കാര്യങ്ങളിൽ അവർ നിക്ഷേപം നടത്താനായിട്ട് തയ്യാറാകുന്നു. അപ്പം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിക്ക് വലിയ വിഷനുണ്ട്, വലിയ ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. ഭാവിയെക്കുറിച്ച് കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഇന്ത്യ മുന്നോട്ട് പോകുന്നത്. ഇതൊക്കെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറയുന്നത്. അപ്പോൾ റഷ്യൻ പ്രസിഡന്റ് തുടർച്ചയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിക്കുന്നു, പ്രശംസിക്കുന്നു. നമുക്കറിയാം, നേരത്തെ പുടിൻ്റെ അടുത്ത് ഒരു മീറ്റിങ്ങിനിടയിൽ വെച്ച് മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു, ലോകത്തെ വൻ ശക്തികളായി തീരുന്ന റഷ്യയും ചൈനയും അമേരിക്കയും ഒക്കെ എന്ത് നിലപാടെടുക്കുന്നു എന്നൊക്കെ ചോദിച്ചു വന്നപ്പം നിങ്ങൾ ഒരു കാര്യം വിട്ടുപോയി. ലോകത്തെ 4 വൻ ശക്തികളാണുള്ളത്. റഷ്യയും അമേരിക്കയും ചൈനയും മാത്രമല്ല, ഇന്ത്യ കൂടി ഉണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ലോകരാജ്യങ്ങളെക്കുറിച്ച് വേണമെങ്കിൽ ഇന്ത്യയെ അവർക്ക് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ പുടിൻ പറയുകയാണ്, നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യ ലോകത്തിലെ വൻ ശക്തിയായി മാറുന്നു. സൈനിക മേഖലയിൽ, സാമ്പത്തിക മേഖലയിൽ, നയതന്ത്ര മേഖലയിലൊക്കെ ഇന്ത്യ ഒഴിവാകാനാകാത്ത വലിയ ശക്തിയാകുന്നു. അപ്പോൾ ഒരു റഷ്യൻ പ്രസിഡന്റ് ഇതാദ്യമായാണ് ഒരു 2 തവണയോ 3 തവണയോ ഒക്കെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നത്. അപ്പോൾ നരേന്ദ്രമോദി അത്രയും വികസന കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ ഇന്ത്യയിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്താൻ റഷ്യ വരുന്നതിന് പിന്നിൽ മറ്റ് ചില കാര്യങ്ങളുണ്ട്. കാരണം റഷ്യക്കെന്നും ഭീഷണിയായി നിൽക്കുന്നത്, ഒപ്പം നിൽക്കുന്നു എന്ന് കരുതപ്പെടുന്ന ചൈന തന്നെയാണ്. ചൈന ഒരു വലിയ ശക്തിയായി മാറുന്നു. അവസരം കിട്ടിയാൽ തങ്ങളെ അട്ടിമറിച്ചിട്ട് മുന്നോട്ട് വരുമെന്നൊക്കെ കൃത്യമായിട്ട് റഷ്യക്ക് അറിയാം. അതുകൊണ്ട് ഇനി ചൈനയിൽ നിന്ന് ഉൽപ്പാദനം കുറച്ച് മാറ്റണം. കാരണം ലോകത്തിലെ തന്നെ പ്രൊഡക്ഷൻ ഹബ് എന്നാണ് ചൈനയെ വിളിക്കുന്നത്. ലോകത്തിലെ ഒട്ടുമിക്ക രാജ്യങ്ങളും ഏറ്റവും അധികം പ്രൊഡക്ഷൻ നടത്തുന്നത് ചൈനയാണ്. അവിടെ നിന്ന് പതുക്കെ ഉൽപ്പാദനം മാറ്റണം. അതിൻ്റെ ഭാഗമായിട്ട് റഷ്യ കൂടുതൽ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് നടത്താൻ തീരുമാനിക്കുന്നുണ്ട്. ഇപ്പോൾ റഷ്യയിലെ സർക്കാർ ഉടമസ്ഥയിലുള്ള ഒരു വലിയ എണ്ണ കമ്പനിയുണ്ട്. ആ എണ്ണ കമ്പനി ഇന്ത്യയിൽ വന്നിട്ട് നിക്ഷേപം നടത്തുന്നു. റോസ്നെഫ്റ്റ് എന്നാണ് പേര്. അവർ $20 ബില്യൺ നിക്ഷേപമാണ് നടത്തുന്നത്. 20 ബില്യൺ. അപ്പോൾ അത്രയും വലിയ നിക്ഷേപം ഒരു സർക്കാർ ഉടമസ്ഥയിലുള്ള എണ്ണ കമ്പനി നടത്തുന്നു എന്ന് റഷ്യൻ പ്രസിഡന്റ് തന്നെ പറയുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്, അവിടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സബ്മിറ്റ് നടന്നു മോസ്കോയിൽ. അവിടെ വെച്ചാണ് ഇന്ത്യയിലേക്കുള്ള നിക്ഷേപത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പുടിൻ പറയുന്നത്. അപ്പോൾ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നൊരു പദ്ധതി നടപ്പാക്കുന്നത്, അതായത് തദ്ദേശീയമായി നമ്മുടെ സാധനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കാൻ നിർമ്മിക്കുകയൊക്കെയാണ്. സൈനികോപകരണങ്ങൾ, യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെ തദ്ദേശീയമായി നമ്മൾ നിർമ്മിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ റഷ്യ അവരുടെ ഇറക്കുമതി സബ്സ്റ്റിറ്റ്യൂഷൻ പ്രോഗ്രാം നടത്തുന്നുണ്ട്. അതും ഇതുപോലെയാണ്, തദ്ദേശീയമായി കാര്യങ്ങൾ നിർമ്മിക്കുന്നു. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തദ്ദേശീയമായ സഹകരണത്തോടെ നിർമ്മാണ പുരോഗതി, അതുപോലെ തന്നെ ഉൽപ്പാദനമൊക്കെ നടത്തുന്നു. അതിൻ്റെ ഫലമായിട്ട് ഏതാണ്ട് 2030 ആകുമ്പോൾ $100 ബില്യൺ വ്യാപാരം ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തും എന്നാണ് ഈ പുടിൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു അർത്ഥം. അപ്പോൾ കാർ നിർമ്മാണ രംഗത്ത്, വ്യോമയാന നിർമ്മാണ രംഗത്ത്, സൈനിക ഉപകരണങ്ങളുണ്ട്. ഇപ്പോൾ യുദ്ധത്തിനാവശ്യമായ യുദ്ധോപകരണങ്ങളൊക്കെ പരസ്പരം കൈമാറുന്നതിലൊക്കെ ഇന്ത്യയും റഷ്യയും തമ്മിൽ വലിയ സഹകരണം, അത് USSRൻ്റെ കാലത്ത് തുടങ്ങിയതാണ്. അതിപ്പം നരേന്ദ്രമോദി വന്നപ്പോൾ കൂടുതൽ ദൃഢമായി. ഇപ്പോൾ ജിയോ പൊളിറ്റിക്സിൽ എപ്പോൾ വേണമെങ്കിലും മിത്രങ്ങളും ശത്രുക്കളും ഒക്കെ മാറി. അപ്പം മാറി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ഉൽപ്പാദനം ചൈനയിൽ നിന്ന് മാറ്റണമെന്ന് റഷ്യ ആലോചിക്കുന്നുണ്ട്. അപ്പോൾ തക്കതായ അല്ലെങ്കിൽ അനുയോജ്യമായ ഒരു സ്ഥലം വേണം, അത് ഇന്ത്യയാണ്. കാരണം പണ്ട് USSRൻ്റെ ഒപ്പം നിന്ന ചൈനയെ അമേരിക്ക അടർത്തി മാറ്റിയിട്ട് അവിടെ വലിയൊരു പ്രൊഡക്ഷൻ ഹബ്ബാക്കി മാറ്റി. അപ്പോൾ അമേരിക്കയിൽ എല്ലാ സാധനങ്ങളും ചൈനയെ കൊണ്ട് നിർമ്മിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചൈന പതുക്കെ റഷ്യയിൽ നിന്ന് മാറി. അതിനു വേണ്ടിയിട്ട് ചൈന ഒരുക്കിയത് നല്ല റോഡുകൾ, നല്ല റെയിൽവേ സംവിധാനങ്ങൾ, കപ്പൽ ഗതാഗതം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തു. മാത്രമല്ല ചൈന ഒരു ഏകാധിപത്യ രാജ്യമായിരുന്നു. അതുകൊണ്ട് എന്തെങ്കിലും നിക്ഷേപവുമായിട്ട് ഏതെങ്കിലും രാജ്യം വന്നാൽ ആരെങ്കിലും അതിനെ എതിർക്കാനോ കൊടി പിടിക്കാനോ അത് പൂട്ടിക്കാനോ ഒന്നും വരില്ല. പേടിയായിരുന്നു ചൈന. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്തതെന്ന് മാത്രമല്ല, ചൈനയിലെ യുവജനങ്ങളുടെ എണ്ണം വളരെ കൂടുതലാണ്. അപ്പോൾ കുറഞ്ഞ ലേബറിൽ ഉൽപ്പാദനം നടക്കും. അപ്പോൾ ഓരോ കമ്പനിയുടെ ആവശ്യം എന്താ? കുറഞ്ഞ പൈസയ്ക്ക് തങ്ങളുടെ ഉൽപ്പാദനം കൂടുതൽ നടക്കണം. അപ്പോൾ കുറഞ്ഞ രീതിയിൽ ഉൽപ്പാദനം നടത്താൻ ചൈന നൽകി. കാരണം എന്താ പറയുക, ഏകാധിപത്യ രാജ്യമായതുകൊണ്ട് അത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഇഷ്ടം പോലെ ആളുകളുണ്ട്, ചെയ്യാൻ കരുത്തുറ്റ ഒരു വലിയ സമൂഹത്തെ കിട്ടുന്നുണ്ട്. അപ്പം എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ വന്നതോടുകൂടി അമേരിക്കയുടെ പിന്തുടർന്ന് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ഇവിടെ ഈ നിക്ഷേപം ആരംഭിക്കുകയും ധാരാളമായിട്ട്
സ്വന്തമായിട്ട് അവിടെ പ്രൊഡക്ഷൻ നടത്തുകയും ചെയ്തു. പക്ഷേ പിന്നീട് ചൈനയുടെ നിലപാടുകൾക്കെതിരായിട്ട് ഇപ്പം മറ്റ് രാജ്യങ്ങൾ നിലപാട് മാറ്റുന്നുണ്ട്. ചൈന തങ്ങൾക്ക് ഭീഷണിയാകുന്നു. അതെ, ചൈന പിന്നെ അഹങ്കാരവും കാണിച്ചു. കാരണം എന്താ പറയുക, ചൈനയിൽ ഇപ്പോൾ കുറഞ്ഞ ലേബറിൽ സാധനങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് അവരെല്ലാം നിക്ഷേപം നടത്തിയത്. അതുകൊണ്ടാണ് ലോകത്തെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങൾക്കും വേണ്ട സാധനങ്ങൾ ചൈന നിർമ്മിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ചൈനയിലെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടി. അപ്പോൾ ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ പറയുകയാണ്, ഞങ്ങൾക്കും മറ്റ് രാജ്യങ്ങളിലെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പോലുള്ള ശമ്പളം വേണം, വേതനം വേണം, എങ്കിൽ മാത്രമേ ഞങ്ങൾ നിർമ്മിക്കൂ. അപ്പോൾ അവരുടെ ജീവിതശൈലി മാറി. അപ്പോൾ ഇതുവരെ ധാരാളമായി അവിടെ നിക്ഷേപം നടത്തിയതുകൊണ്ട് ചൈനയുടെ സാമ്പത്തിക വളർച്ച കൂടിയും അവരുടെ GDP-യിൽ വലിയ വ്യത്യാസം ഉണ്ടായി. മാത്രമല്ല ചൈനയിലെ ജനങ്ങൾ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. ഇപ്പോൾ എന്ത് സംഭവിച്ചു, ഇന്ത്യ അതിന് സമാനമായ രീതിയിൽ റോഡ്, റെയിൽവേ, മറ്റ് സംവിധാനങ്ങളെല്ലാം ഒരുക്കി. അപ്പോൾ പ്രൊഡക്ഷന് വേണ്ടുന്ന എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കിയിട്ട് ഇൻവെസ്റ്റേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാമെന്ന് പറയുന്നു. മാത്രവുമല്ല മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെ ഒരുപാട് കൺസെഷൻ കൊടുക്കുന്നു. ഇപ്പോൾ ടാക്സിൻ്റെ കാര്യത്തിൽ, വൈദ്യുതിയുടെ കാര്യത്തിൽ, വെള്ളത്തിൻ്റെ കാര്യത്തിൽ. അപ്പം ലോക രാജ്യങ്ങളെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. അതുകൊണ്ടാണ് ജർമ്മനിയും ഫ്രാൻസും ഉൾപ്പെടെയുള്ള അമേരിക്കയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇവിടേക്ക് നിക്ഷേപം നടത്താൻ വരുന്നത്. നമുക്കറിയാം ജർമ്മൻ ചാൻസലർ വരുന്നു, ഫ്രാൻസിൻ്റെ ആയുധ വ്യാപാരവുമായി ബന്ധപ്പെട്ട കരാർ വരുന്നു. ഒപ്പം ഈ അമേരിക്ക ധാരാളം നിക്ഷേപം നടത്തുന്നു. നമുക്കറിയാം ആപ്പിൾ കമ്പനി പോലും ചൈനയിൽ നിന്ന് മാറ്റി പ്രൊഡക്ഷൻ ആരംഭിച്ചത് ഇന്ത്യയിലാണ്. അപ്പോൾ അത്രയും വലിയ മാറ്റങ്ങളാണ് നമ്മൾ വരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെയൊക്കെ സ്വാഗതം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾക്ക് വലിയ നേട്ടം ഉണ്ടാകും. നമ്മുടെ രാജ്യത്തിനും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും. നമ്മുടെ നാട്ടിൽ അഭ്യസ്തവിദ്യരായ നിരവധി ആളുകളുണ്ട്. അപ്പം എന്താ പറയുക, ഈ മാൻ പവർ നമുക്ക് കൂടുതലാണ്, വൈദഗ്ധ്യമുള്ള മാൻ പവർ, അതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ. ഒപ്പം തന്നെ എല്ലാവിധ സഹകരണവും വിട്ടുവീഴ്ചയും ചെയ്യാൻ നമ്മുടെ സർക്കാരും തയ്യാറാണ്. അപ്പം നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം ഇത്തരത്തിൽ ഉദാരമായ ഒരു സമീപനം ഈ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ചൈനയ്ക്കും മെക്സിക്കോയ്ക്കും അതുപോലെ തന്നെ റഷ്യയ്ക്കുമൊക്കെ എതിരെ അമേരിക്ക ചില നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതായത് നിലവിൽ ചൈന, മെക്സിക്കോ, കാനഡ തുടങ്ങിയ രാജ്യങ്ങൾക്ക് നേരെ അമേരിക്കൻ പ്രസിഡന്റായി വരാൻ പോകുന്ന ട്രംപ് ചില നിയന്ത്രണങ്ങൾക്ക് വരുത്തുന്നു. ഉദാഹരണത്തിന് അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് 25% നികുതി കൂടുതലാക്കുന്നു. അപ്പോൾ എന്ത് പറ്റും, കാനഡയിൽ നിന്നോ ചൈനയിൽ നിന്നോ ഈ മെക്സിക്കോയിൽ നിന്നൊക്കെ ഒരു സാധനം ഇപ്പുറത്തോട്ട് വിൽക്കണമെങ്കിൽ 25% അധികം പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സാധനം ആരും വാങ്ങില്ല. അപ്പോൾ ഈ സാധനം കെട്ടിക്കിടക്കും, അവരുടെ വ്യാപാരം നടക്കുമല്ലോ. അപ്പോൾ ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിൻ്റെ വരുമാനം എന്ന് പറയുന്നത് ഇറക്കുമതിയിലൂടെയാണ് കിട്ടുന്നത്. എത്രത്തോളം സാധനം ഇറക്കുമതി ചെയ്യുമോ അതിലൂടെ കിട്ടുന്ന പൈസയാണ് ആ രാജ്യത്തിൻ്റെ നട്ടെല്ല്. അപ്പോൾ ചൈനയ്ക്ക് ഇത്രയും വലിയ ഒരു സാമ്പത്തിക സ്ഥിതി ഉണ്ടായത് എന്താ, ലോക രാജ്യങ്ങൾക്ക് വേണ്ടി എല്ലാം പ്രൊഡക്ഷൻ നടത്തുന്നു, ചീപ്പ് കോസ്റ്റിൽ അത് കുറഞ്ഞ കോസ്റ്റ് ഉണ്ടാക്കുന്നു. അപ്പോൾ അവർക്ക് അതിനനുസരിച്ചുള്ള ലാഭവും കിട്ടുന്നുണ്ട്. ഇവിടെ ഈ രീതിയിലുള്ള സഹായമൊക്കെ ഇന്ത്യ ചെയ്തു കൊടുക്കുന്നു. ഒപ്പം ചൈനയ്ക്ക് പണി കൊടുക്കുന്നുണ്ട്. ഇത് ചൈന മുൻകൂട്ടി കാണുന്നുണ്ട്. ചൈനയ്ക്ക് അപകടകരമാണ്. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു, ചൈനയ്ക്ക് ചില ഉൽപ്പന്നങ്ങളുടെ മേൽ ഞങ്ങൾ 100% നികുതി ഏർപ്പെടുത്തും എന്ന് പറഞ്ഞാൽ $100 വിൽക്കേണ്ട ഒരു സാധനം പിന്നെ ചൈനയ്ക്ക് അവിടെ വിൽക്കേണ്ടി വരുന്നത് $200. അത്രയും പൈസ കൊടുത്ത് ആരും വാങ്ങില്ല. അപ്പോൾ ചൈനയുടെ ആ ഒരു പ്രൊഡക്ഷൻ കോസ്റ്റിനെ, അവരുടെ ഇറക്കുമതിയൊക്കെ കുറയ്ക്കും. അപ്പോൾ ചൈന ഒരിക്കലും ഇന്ത്യയുമായി യോജിച്ച് പോകില്ല എന്ന് കരുതിയത്. അമേരിക്ക തിരിച്ചറിയുന്നുണ്ട് ചൈനയ്ക്ക് സഹായമൊക്കെ ചെയ്തെങ്കിലും ഇവരെ കൂടെ നിർത്താൻ പറ്റാത്ത രാജ്യമാണെന്ന്. അപ്പോൾ ഇന്ത്യക്കും അറിയാം, ഇന്ത്യയായിട്ട് ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ തീർന്നു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഇടയ്ക്ക് ഷീ ജിൻപിങ്ങുമായിട്ട് കൂടിക്കാഴ്ച കെട്ടിപ്പിടിക്കുന്നു, ഇത് പ്രശ്നമൊക്കെ ഒന്നുമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്ഷനുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ള ലോകരാജ്യങ്ങൾ സംശയം. പക്ഷേ ചൈന പറയുന്നു, ഞങ്ങൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ഇന്ത്യയിൽ നിലവിലുള്ള കമ്പനികൾക്കൊപ്പം ഷെയർ ചേർന്ന് ഞങ്ങൾ നിക്ഷേപം നടത്താം, ഞങ്ങൾ പുതിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. ഇതെന്തിനാണെന്നറിയോ, മെയ്ഡ് ഇൻ ചൈന എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഇനിയും വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ നികുതി കൂടും. അമേരിക്കയുടെ ട്രംപിൻ്റെ നിലപാട് അതാണ്. പക്ഷേ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നതെങ്കിലോ, സാധനം ചൈനയുടേതാണ്, പക്ഷേ ഒരു കൊളാബറേഷനിൽ കൂടെ പോകുമ്പോൾ അത് മേക്ക് ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകും. അതിനെ അവർ സ്വീകരിക്കും. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇത്തരത്തിൽ ചില നിലപാട് സ്വീകരിക്കുമെന്ന് പറയുമ്പോൾ ചൈനയും ഏതാണ്ട് വന്ന് നമ്മുടെ കാല് പിടിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ റഷ്യ ഇന്ത്യയിൽ കൂടുതൽ സാധനങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് തയ്യാറാകുന്നു. ഒപ്പം ചൈനയും കൂടി വരുന്നു. അപ്പോൾ ഇന്ത്യയുടെ സാമ്പത്തിക നിലയിൽ അതൊരു നേട്ടമാകും, വലിയ നേട്ടമാകും. GDP ഉയരുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ പോപ്പുലേഷൻ ഇപ്പം ചൈനയ്ക്ക് മുകളിലെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ അടുത്ത് ഇത് നിർമ്മിക്കാൻ ആവശ്യമായ ആളിനെ കിട്ടും, സ്ഥല സൗകര്യങ്ങൾ കിട്ടും. മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതി വലിയ സംഭവമാണെന്ന് ലോക രാജ്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ രാജ്യത്ത് ഈ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണെങ്കിൽ അമേരിക്ക ഇതിനകത്ത് കയറി ഇടപെടില്ല. കാരണം ഇന്ത്യയിലാണ് നിർമ്മിക്കുന്നതെങ്കിൽ ഈ ഡൊണാൾഡ് ട്രംപ് മോദിയുമായിട്ടുള്ള ഒരു ഇരിപ്പ് വശം വെച്ച് സഹായിക്കും. മാത്രമല്ല റഷ്യ ഇന്ത്യയിൽ നിക്ഷേപം നടത്തുന്നതിന് അമേരിക്കയെ എതിർക്കത്തില്ല. കാരണം പുട്ടിനും മോദിയുമായിട്ട് നല്ല ബന്ധം. അപ്പോൾ ഒരു ജനാധിപത്യ രാജ്യം എന്ന നിലയിൽ നമുക്ക് വേണമെങ്കിൽ പെട്ടെന്ന് റഷ്യയുമായിട്ട് കൂട്ടുകൂടാം, അമേരിക്കയുമായിട്ട് കൂട്ടുകൂടാം. പക്ഷേ ഏകാധിപത്യ രാജ്യം എന്ന നിലയിൽ ചൈനയ്ക്ക് ഒരിക്കലും ഈ ബന്ധം റഷ്യയുമായിട്ടോ അമേരിക്കയുമായിട്ടോ ഒന്നും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ട്രംപ്
ട്രംപ് വരുമ്പോൾ ചൈനയ്ക്കെതിരെയും കാനഡയ്ക്കെതിരെയും മെക്സിക്കോയ്ക്കെതിരെയും ഒക്കെ നിലപാടുകളുണ്ടാവും. അതുപോലെ അവർക്ക് ഉപരോധം ഉൾപ്പെടെയുള്ള സംവിധാനം ഏർപ്പെടുത്തും. ചൈന തൈവാനെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ തൈവാനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ചൈനയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തും. ആ ഉപരോധത്തോടുകൂടി പിന്നെ ചൈനയ്ക്ക് മറ്റ് രാജ്യങ്ങളുമായി ബിസിനസ് ഒന്നും നടത്താൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നിലവിൽ മറ്റ് രാജ്യങ്ങൾ ജർമ്മനിയും ഫ്രാൻസും UK അടക്കമുള്ള രാജ്യങ്ങൾ പതുക്കെ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ അത്തരം പ്രശ്നം ഉണ്ടാകില്ല. കാരണം നരേന്ദ്രമോദി സർക്കാർ നയതന്ത്രപരമായിട്ട് വളരെ സ്മൂത്തായ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളെയും പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പം റഷ്യയും ചൈനയും ഒക്കെ വലിയ നിക്ഷേപമായി വരുന്നതോടുകൂടി നമ്മുടെ രാജ്യം ഒരു വലിയ ഉയർച്ചയിലേക്ക് കുതിക്കും, അല്ലെ? അങ്ങനെ അതായത് നമ്മുടെ രാജ്യം വലിയ ഉയർച്ചയിലേക്ക് കുതിക്കുമെന്ന് മാത്രമല്ല, ഈ പറയുന്ന പോലെ വ്ളാദിമിർ പുടിൻ പറഞ്ഞതുപോലെ 4ാമത്തെ ലോകശക്തിയായി ഇനി അത് ഉയർന്ന് 3ാമത്തെ 2ാമത്തെ ഒക്കെ ആയി ഉയരാൻ ഭാരതം ഭാവിയിൽ അങ്ങനെ തന്നെ പോകുമെന്നാണ് നമ്മൾ കരുതുന്നത്.